ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നതേ മതം വിറ്റ് ജീവിച്ചൊരു കുറച്ച് ടീമുണ്ട് നമ്മുടെ നാട്ടിൽ. മതത്തെ പച്ചക്ക് തിന്ന് അതുമ്പോൾ പൈസ ഉണ്ടാക്കി അതുകൊണ്ട് നടക്കുന്ന ടീമുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഹാർബിക് ഹുസൈൻ. നമുക്ക് ഹാർബിക് ഹുസൈന് നല്ല ഒരു കൂട്ടാളിനെയും കിട്ടിക്കുന്നു. രണ്ടും ഒരേ തുലാസിൽ ഒരേപോലെ കാണുന്ന ആളാണ്. രണ്ടും വശങ്ങളാണ്. തൊള്ള തുറന്ന മതങ്ങളെ തിന്നാനല്ലാതെ അവന്മാർ തൊള്ള തുറക്കൂല, പിന്നെ തുറക്കണത് തിന്നാനും. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇവർ തൊള്ള തുറക്കുള്ളൂ. അങ്ങനത്തെ ഒരു സാധനങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ. ഒന്ന് നമ്മൾ ആർബിക്കാണ്. ആർബിക്കിന് കിട്ടിയ കൂട്ടാളി നല്ല രസമാണ്. നമുക്ക് ഓലെ വർത്താനൊന്ന് കേട്ടിട്ട് വരാം. മതങ്ങളെ തിന്നണ കാര്യങ്ങൾ എന്തൊക്കെ പറയണമെന്ന് നോക്കാം. അതിന് ശേഷം എൻ്റെ മറുപടിയും അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഒരാളെ കുറ്റം പറയും കാര്യങ്ങളൊന്നും കാര്യമില്ലല്ലോ. എന്തായാലും അതിന് ശേഷം നമ്മളെ അഭിപ്രായം കൂടി ഒന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഹിന്ദുസ് നിരീശ്വരവാദി ആകുന്നതിൽ ഒരു ഭയവുമില്ല. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്, അവിശ്വാസികൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടില്ല. അതാണ് ഹിന്ദുവിന്റെ പ്രത്യേകത. ഈ പ്രത്യേകത ഇല്ലാതെ ഒരുമാതിരി മുസ്ലിം സ്വഭാവത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വി ഹാവ് ബീൻ അക്സെപ്റ്റിംഗ് ക്രിറ്റിസിസം. വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? കുറച്ചു പേര് നിരീശ്വരവാദിയായി ആയിക്കോട്ടെ എന്ന്. വലിയ പ്രശസ്ത നിരീശ്വരവാദികളെയൊക്കെ സഹിച്ച സമാജമാണിത്. എന്തുകൊണ്ടൊരു ആരിഫ് ഹുസൈനോ രവീന്ദ്രനെയോ സഹിച്ചുകൂടാ? എന്താ ഇത്ര വലിയ പ്രയാസം? അപ്പൊ അത് പേര് തന്നെ എടുത്ത് പറയണം. അല്ല, നിങ്ങളാണ് ഇപ്പൊ അറിയപ്പെടുന്ന നിരീശ്വരവാദികൾ, അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ. ഇതിലും വലുത് അളയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറമേ കാണുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. താങ്കൾ പറഞ്ഞ ആ വാക്ക് തന്നെയാണ്. അതായത് നമ്മളുടെ ലക്ഷ്യം ഇവിടെ ഒരു സമാധാനപൂർവമായ എല്ലാവരുടെയും ഒരു എനിക്ക് രണ്ട് വശങ്ങളോടും പറയാനുള്ളത്, മതവിശ്വാസത്തെ പരിഹസിക്കുന്നത് കൊണ്ട് മതം തെറ്റാകില്ല. ഹാർബിക്ക് അതാദ്യം ചിന്തിക്ക്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മതം വെറും ആചാരവുമല്ല. അത് ആദ്യം മനസ്സിലാക്കണം ഹാർബിക്ക്. അത് അവനെ സ്വഭാവവും കരുണയും നീതിയും ഉത്തരവാദിത്വവും അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ മതം. ചിലർ മതത്തിന്റെ പേരിൽ തെറ്റ് ചെയ്യാം, പക്ഷേ ഒരാളുടെ തെറ്റിനെ എടുത്ത് മുഴുവൻ വിശ്വാസത്തെയും കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. ഒരു ഡോക്ടർ തെറ്റ് ചെയ്യുകയോ തെറ്റ് പറ്റുകയോ ചെയ്താൽ മുഴുവൻ ചികിത്സാ രംഗങ്ങളും തെറ്റാണെന്ന് പറയോ ഹാർബിക്ക്? പറയോ? ഇല്ലല്ലോ. അതുപോലെ ചില മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവവിശ്വാസത്തെ അളക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കാം, വിയോജിക്കാം, സംവദിക്കാം, പക്ഷേ പരിഹാസവും വെറുപ്പും സത്യത്തിലേക്കുള്ള വഴിയല്ല. അത് ഹാർബിക്ക് ആദ്യം മനസ്സിലാക്കണം. എന്റെ മതവും എന്റെ വിശ്വാസവും എന്നെ നന്മ പ്രവർത്തിക്കാനും തെറ്റിൽ നിന്ന് മാറാനും ജനങ്ങളോട് നല്ലത് പ്രവർത്തിക്കാനും, ഇതെല്ലാം എന്റെ മതവും എന്റെ വിശ്വാസവും എന്നെ കൽപ്പിക്കുന്നു. അത് ഞാൻ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസികളെ ആക്രമിക്കാതെ മനുഷ്യരെയും മതത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. തൽക്കാലം ഒരു ഗൗരവമൊന്നുമില്ലാത്തൊരു വിമർശന വീഡിയോസുമായിട്ടാണ് വന്നത്. ഇനി മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.